സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. സുപ്രധാന വിധിക്ക് കാതോർത്തു കേരളം. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവം നടത്തുന്നത്. ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളും നാളെ വിചാരണ കോടതിയിൽ ഹാജരാകും. നീതിക്ക് വേണ്ടി അതിജീവിതം നടത്തിയ ഐതിഹാസിക പോരാട്ടം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്. 7.5 വർഷത്തെ വിചാരണക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. കേസിലാകെ 10 പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് 8ാം പ്രതി നടൻ ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1ാം പ്രതി പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. നിയമപോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി. ഞങ്ങളെല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. 8ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ടവർ. എന്നാൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവ് പോലുമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഒരു പങ്കുമില്ല പൾസർ സുനിയെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ദിലീപിനെ പരിചയമില്ല എന്ന് പറയുന്നില്ല. കാരണം മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ഒരുപാട് വർഷം. ഉറപ്പായിട്ടും മേൽക്കോടതിയെ സമീപിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. 261 സാക്ഷികൾ. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ. ആകെ 1700 രേഖകളും 142 തൊണ്ടിമുതലുകളും. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം. വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. നാളെ വിധി വരാനിരിക്കെ കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്ത്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനി നേരത്തെയും ശ്രമിച്ചതിന് തെളിവുണ്ട് എന്നാണ് കണ്ടെത്തൽ. പൾസർ സുനിക്ക് ദിലീപ് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നാണ് വിലയിരുത്തൽ. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചെന്ന അന്വേഷണ സംഘം. ദിലീപിനെ പൂട്ടണമെന്നായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. മഞ്ജു വാര്യരുടെയും ADGP B സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ്. ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയത് 8 ഇടങ്ങളിൽ. 3 സിനിമാ ലൊക്കേഷൻ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവും നിർണായകമാകും. കൊട്ടേഷൻ 1.5 കോടിയുടേതാണ്. കേസായാൽ 3.5 കോടി തരാമെന്ന് ദിലീപ് പറഞ്ഞതായി അന്വേഷണ സംഘം കണ്ടെത്തി. 10,000 രൂപ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലെത്തി. ദിലീപിന്റെ സുഹൃത്തും കേസിലെ സാക്ഷിയുമായ നാദിർ ഷാ സുനിക്ക് 30,000 രൂപ കൈമാറിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്നും അന്വേഷണ സംഘം പറയുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തി. സാക്ഷികളെ മൊഴി പഠിപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗവും ആരോപിക്കുന്നു. നീതി ആർക്കൊപ്പമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക്. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ.
കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും തെക്കൻ കേരളം സാക്ഷ്യം വഹിക്കുന്നത് വാശിയേറിയ മത്സരത്തിന്. ഇടത് കുത്തക അവസാനിപ്പിക്കാൻ UDF NDA മുന്നണികൾ കിണഞ്ഞ് പരിശ്രമിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്ത് തന്നെ വലിയ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. കൊല്ലത്തും പത്തനംതിട്ടയിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറവൊന്നുമില്ല. ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തെക്കൻ ജില്ലകളിൽ 20 ദിവസം നീണ്ട ആവേശകരമായ പ്രചാരണത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. 1995 മുതൽ LDF ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ തിരിച്ചുപിടിക്കാൻ UDFും BJPയും കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്നു. എല്ലാ മുന്നണികളുടെയും പ്രധാന നേതാക്കൾ നേരിട്ട് പ്രചരണം നയിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഇക്കുറി വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. വിവിധ മുന്നണികളെ പ്രതിനിധീകരിച്ച് തലയെടുപ്പുള്ള വ്യക്തിത്വങ്ങൾ മത്സരരംഗത്തിറങ്ങിയിരിക്കുന്ന തിരുവനന്തപുരത്തെ ഫലം പ്രവചനാതീതമാണ്. ഇന്ന് രാവിലെ ഇവിടെ ചർച്ചിൽ ഒന്ന് കയറാൻ വേണ്ടി നേരത്തെ വന്നതാണ്. പിന്നെ സൺഡേ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി. മൊത്തത്തിൽ UDFന്റെ തിരുവനന്തപുരത്തെ സ്ഥിതി നന്നായിട്ട് പോകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പട്ടണങ്ങളിലും ഗ്രാമീണ മേഖലകളിലും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് കുറവൊന്നുമില്ല. പത്തനംതിട്ടയിൽ പോരാട്ടം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ UDFും LDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. വിമതശല്യമില്ലാത്തതാണ് മുന്നണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. ശക്തികേന്ദ്രമായ പന്തളം നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. 68 ഗ്രാമപഞ്ചായത്തുകളും 11 ബ്ലോക്ക് പഞ്ചായത്തും 4 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടങ്ങുന്ന കൊല്ലത്തെ പോരാട്ടം ആവേശകരമാണ്. എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമാണ് കൊല്ലത്തിനുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി അടക്കം പിടിച്ചെടുത്ത് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ഇക്കുറി അട്ടിമറി വിജയമുണ്ടാകുമെന്ന് UDFും വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പരിഗണന നൽകിയത് ഗുണം ചെയ്യുമെന്ന് BJP കരുതുന്നു. 24 തിരുവനന്തപുരം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും കൊച്ചി കോർപ്പറേഷനിൽ രാഷ്ട്രീയ ആരോപണങ്ങളുമായി LDFും UDFും. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടമാണ് കോട്ടയത്ത്. ആലപ്പുഴയിൽ ഇടത് കുത്തക അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് KC വേണുഗോപാൽ MP 24നോട് പറഞ്ഞു. വീറും വാശിയും നിറഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂട് ഉച്ചസ്ഥായിയിൽ. ഇനി വൈകിട്ട് വരെ കലാശക്കൊട്ടിന്റെ രാഷ്ട്രീയ മേളം. എറണാകുളത്തെ ശ്രദ്ധാകേന്ദ്രം കോർപ്പറേഷൻ തന്നെയാണ്. നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും അരയും തലയും മുറുക്കി രംഗത്ത്. പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിൽ UDF BJP സീറ്റ് ധാരണ ചർച്ചയാക്കി CPIഎമ്മും CPIഎം BJP കൂട്ടുകെട്ടെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസും രംഗത്ത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കും. ആലപ്പുഴയിൽ ഇടതുപക്ഷ കുത്തക അവസാനിപ്പിക്കുമെന്ന് KC വേണുഗോപാൽ. എന്തായാലും ഇക്കുറി ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിലാകമാനമുള്ളത്. ഇവിടെയും അതുതന്നെയാണ് ആലപ്പുഴയിലും. ഇപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആലപ്പുഴ പട്ടണം നന്നായി വികസനം കൊതിക്കുന്നൊരു പട്ടണമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷം കാര്യമാത്ര പ്രസക്തമായിട്ട് അക്കാര്യത്തിൽ അവർ മുന്നോട്ട് പോയി. കോട്ടയത്തേക്ക് എത്തുമ്പോൾ കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമാണ് വീറുറ്റത്. പാലാ നഗരസഭയിൽ സ്വതന്ത്രനായി ബിനു പുളിക്കക്കണ്ടം കൂടി മത്സരിക്കുന്നതോടെ മുന്നണികൾക്ക് തലവേദന കൂടി. ഇടുക്കിയിൽ ഇപ്പോഴുള്ള മേൽക്കൈ തുടരാനാണ് LDF ശ്രമം. എന്നാൽ പ്രതാപം തിരിച്ചുപിടിക്കാൻ UDFും കളം നിറയാൻ NDAയും ഇടുക്കിയെ നോട്ടമിടുന്നു. 3 മുന്നണികളും നേരിടുന്ന പ്രധാന പ്രതിസന്ധി വിമത ശല്യം തന്നെയാണ്. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തലത്തിലേക്ക് മിക്കയിടങ്ങളിലും മുന്നണികളിൽ വിമത ശല്യമുണ്ട്. കൂടാതെ ഉള്ളിലെ അസ്വാരസ്യങ്ങളും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന വാർഡുകളിൽ പോലും LDFനും UDFനും ആശങ്ക ഈ കലാശക്കൂട്ടിനിടയിലും വിട്ടൊഴിയുന്നില്ല. 24 കൊച്ചി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണത്തെ ചൊല്ലി വാക്പോര് തുടർന്ന നേതാക്കൾ. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരീകരിച്ചു. എന്നാൽ കൂടിക്കാഴ്ച അവരുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങൾ എതിർക്കുകയല്ലേ, നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ. ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ.
അന്നുമില്ല, ഇന്നുമില്ല. LDF-ന് ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ടെന്നും എന്നാൽ UDF-ന് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഇപ്പോഴും മലപ്പുറത്ത് പലയിടത്തും CPM ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജമാഅത്തെ LDF ബന്ധം മറക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വായ്ത്താരി പോയ ഒരേ ആയുധം എടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഒരേ ആയുധം. കാരണം എന്താ, അവരുടെ ചെയ്തികൾ അവരെ തന്നെ തിരിഞ്ഞു കുത്തുകയാണ്. അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവർ. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ആ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്സും ഒക്കെ ഇവിടെ കിടക്കുകയാണ്. അവർക്ക് അവരുടെ പഴയ ബന്ധം അവിടെ കിടക്കുമ്പോൾ അത് എടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ UDF ആയി മത്സരിക്കുന്നു, UDF ആയി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്യും. ഇവർക്ക് ബന്ധമുണ്ട്. പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം, ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം. അതെവിടുത്തെ പരിപാടിയാണ്? അന്ന് ജമാഅത്ത് ഇസ്ലാമിയ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് CPM-നുള്ള ബന്ധം, CPM ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട അംഗങ്ങളെ സർക്കാരിൻ്റെ വിവിധ കമ്മിറ്റികളിൽ വെച്ചതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കും. 6ാം ദിവസവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. പ്രതിസന്ധി തുടരുമ്പോഴും ഭൂരിഭാഗം സർവീസുകളും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. 6ാം ദിവസവും പല നഗരങ്ങളിലും ഇൻഡിഗോ വിമാനങ്ങൾ പറന്നില്ല. കേരളത്തിൽ നിന്നടക്കമുള്ള 400ഓളം വിമാന സർവീസുകളാണ് രാജ്യമെമ്പാടും ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത്. പ്രവർത്തനം സാധാരണ നിലയിലായെന്ന് ഇൻഡിഗോ അവകാശപ്പെടുമ്പോഴാണ് കൂട്ടറദ്ദാക്കൽ തുടരുന്നത്. സർവീസ് നടത്തുന്ന 138 ഇടങ്ങളിൽ 135 പുനഃസ്ഥാപിച്ചതായാണ് ഇൻഡിഗോ വക്താവ് അറിയിച്ചത്. ഇന്ന് മാത്രം 1500-ലധികം സർവീസുകൾ നടത്താനാകുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അതിനിടെ ഇൻഡിഗോ സിഇഒയും അക്കൗണ്ടബിൾ മാനേജരും നൽകിയ വിശദീകരണത്തിൽ DGCAക്ക് തൃപ്തിയില്ലെന്നാണ് വിവരം. ഡ്യൂട്ടിയിലും വിശ്രമത്തിലും അടക്കം വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിട്ടും വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തത് വീഴ്ചയെന്നാണ് DGCA വിലയിരുത്തൽ. പ്രശ്നം മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് ഉയർത്തിയ വിഷയമടക്കം പരിശോധിക്കാനാണ് പാർലമെന്ററി സമിതിയുടെ തീരുമാനം. ഇതിനായി എല്ലാ വിമാന കമ്പനി അധികൃതരെയും DGCA പ്രതിനിധികളെയും വിളിപ്പിച്ചേക്കും. ഇന്ന് രാത്രി 8 മണിക്ക് മുമ്പ് റദ്ദാക്കിയ എല്ലാ യാത്രക്കാർക്കുള്ള പണവും തിരിച്ചു നൽകണമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. യാത്രാ പ്രതിസന്ധി ലഘൂകരിക്കാൻ അടുത്ത 3 ദിവസങ്ങളിൽ കൂടി എല്ലാ സോണുകളിലുമായി 89 പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ ആരംഭിച്ചു. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി SITക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഇടപാട് നടന്നത് 500 കോടി രൂപയ്ക്കെന്നും നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കത്തിന്റെ അടിസ്ഥാനത്തിൽ SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കും. ബുധനാഴ്ച രമേശ് ചെന്നിത്തല മൊഴി നൽകും. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 500 കോടിയുടെ ഇടപാട് നടന്നുവെന്ന് അറിവ് കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ കത്തിൽ പറയുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് അറിയാവുന്ന വ്യവസായിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഭയം മൂലമാണ് വ്യവസായി ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്തത്. ഇതിൽ അന്വേഷണം ഉറപ്പു നൽകിയാൽ വ്യവസായിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കുമെന്ന് രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. എൻ്റെ അടുക്കൽ വളരെ വ്യക്തമായ ഒരു വ്യവസായി ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയമുള്ളത് കൊണ്ടാണ് വെളിയിൽ പറയാത്തത്. ഏതായാലും ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ച് ഇത് അന്തർദേശീയ ആൻറ്റിക്സ് മാഫിയയ്ക്ക് വിറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഞാൻ SIT കത്ത് കൊടുത്തത്. എന്നെ വിളിച്ചാൽ എന്നോട് ഇതാര് പറഞ്ഞു എന്ന് ഞാൻ പറയും. പുരാവസ്തു കടത്തിലെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADGP വെങ്കടേശനാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയത്. 24 കൊട്ടാരക്കര. ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.
ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് കുറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ 42,957 ഭക്തർ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തി. കഴിഞ്ഞ ഞായറാഴ്ചയതിനേക്കാൾ വലിയ തിരക്ക് രാവിലെ സന്നിധാനത്ത് ദൃശ്യമായിരുന്നു. എന്നാൽ ഉച്ചയോടെ തിരക്ക് കുറഞ്ഞു. ഫ്ലൈ ഓവറിൽ തിരക്ക് കുറഞ്ഞതോടെ 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് നിരയിലെത്തി ദർശനം നടത്താം. പോയ മണിക്കൂറിൽ 3000-ലധികം പേർ 18ാം പടി ചവിട്ടി. 2 ദിവസം ഏർപ്പെടുത്തിയ അധിക സുരക്ഷ പിൻവലിച്ചതോടെ നിയന്ത്രണങ്ങളിലും ഇളവുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിൽ. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് മൊഴിയെടുക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ പിടികൂടേണ്ട എന്ന നിലപാടിലാണ് SIT. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസ്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയായ അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. AIG G പൂങ്കൊഴിലിക്കാണ് രണ്ടാം കേസിലെ അന്വേഷണ ചുമതല. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതിജീവിതയുടെ മൊഴിയടങ്ങുന്ന പോലീസ് റിപ്പോർട്ട് കോടതിയിൽ പ്രോസിക്യൂഷന് ബലം നൽകുന്നതാകും. 2023 നടന്ന സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തെളിവ് ശേഖരണം. 10ാം ദിവസവും ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു സംരക്ഷണവും നൽകാത്ത നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. പോലീസിൻ്റെ കഴിവുകേടല്ല, ഇത് ഈ തെരഞ്ഞെടുപ്പ് 11ാം തീയതി വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. 15-ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടേണ്ടതില്ല എന്ന നിലപാടിലാണ് SIT. രാഹുലിനെ സഹായിച്ചവരെയും നിരീക്ഷണത്തിൽ നിർത്തും. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. നേരെ നയിച്ച 7 വർഷങ്ങൾ. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരു വാർത്താ ചാനൽ ഇന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്നു. നാടറിയേണ്ട സത്യങ്ങളുടെ തായ്വേര് തേടുന്ന കണ്ണ്. ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ നിഗൂഢതകളിലേക്ക് സധൈര്യം. അധികാരത്തിന്റെ ഉരുക്കുകോട്ടകളിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യങ്ങൾ. ഇരുളിൽ മറഞ്ഞ വസ്തുതകളിലേക്ക് കാലത്തിന്റെ തീവ്ര പ്രകാശം. 24 ചാനലല്ലേ? ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ശബ്ദം. 24 കർമ്മപഥത്തിൽ കരുത്തോടെ 7 ആണ്ടുകാലം. 24 നേര് നയിച്ച 7 വർഷങ്ങൾ. 7ാം പിറന്നാൾ ആഘോഷമാക്കി 24. പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് വാർത്താ ചാനലിന് തുടക്കമായി. ലോകത്തെവിടെയും പ്രതിസന്ധികളിൽപ്പെട്ട മലയാളികൾക്ക് സഹായഹസ്തമാകാൻ മില്യൺ മലയാളി കമ്മ്യൂണിറ്റി എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മയ്ക്കും തുടക്കമായി. പ്രേക്ഷകർക്ക് പ്രിവിലേജ് കാർഡും പിറന്നാൾ ഉപഹാരമായി 24 പ്രഖ്യാപിച്ചു. 24 തലയെടുപ്പോടെ ചങ്കൂറ്റത്തോടെ 8ാം വർഷത്തിലേക്ക്. 24 നേര് നയിച്ച 7 വർഷങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വീട്ടിൽ നിന്ന് കൈയടിക്കുക. ഞങ്ങൾ വാർത്താ മുറിയിൽ ഇരുന്ന് കൈയടിക്കുന്നത് വളരെ നമുക്ക് നിങ്ങൾ പകരുന്ന ശക്തി, നമ്മൾ ഒന്നിച്ചു പോകുന്ന ശക്തി. അപ്പം കൂട്ടായ്മയുടെ കരുത്താണ് 24 എന്ന് പറയുന്നത്. 7ാം വാർഷികം ആഘോഷമാക്കി 24. നേരിന്റെയും ധീരതയുടെയും മുഖമായി വരും വർഷങ്ങളിലും 24 പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചാനലായി തുടരുമെന്ന് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ. നമ്മൾ 7 കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചൊരു കുടുംബം പോലെ കഴിഞ്ഞുപോയ 7 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ഈ 7 കൊല്ലങ്ങൾ നമുക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് ചാനലിന് 24 തുടക്കമിട്ടു. ആദ്യം യൂട്യൂബ് ചാനലായി ആരംഭിക്കുന്ന 24 ഇന്റർനാഷണൽ പിന്നീട് പൂർണ്ണ ടെലിവിഷൻ ചാനലായി മാറും. 24 International, we are taking news beyond borders, spreading our wings from the shores of Kerala to the 35 million strong Indian diaspora spread across the world. You are the heartbeat of our journey. മില്യൺ മലയാളി കമ്മ്യൂണിറ്റി അഥവാ MMC എന്ന പേരിൽ ആഗോള മലയാളി കൂട്ടായ്മയ്ക്കും 7ാം വാർഷികാഘോഷവേളയിൽ 24 തുടക്കമിട്ടു.
ലോകത്തെവിടെ മലയാളികൾ പ്രതിസന്ധി നേരിട്ടാലും സഹായത്തിനെത്തും വിധം AI സഹായത്തോടെയാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കൊല്ലം നീളുന്ന പരിപാടിയിൽ അതല്ലെങ്കിൽ ഈ രാസലഹരിക്കാരെല്ലാവരും കേരളം വിട്ടുപോകുന്ന ആ ദിവസം വരെ നമ്മുടെ ഈ പരിപാടി തുടരും. അപ്പോൾ ഈ 1 ലക്ഷം കമ്മ്യൂണിറ്റി ക്ലബിലേക്ക് നമ്മൾ വരങ്ങേറി MMC മില്യൺ മലയാളി ക്ലബിലേക്ക് മില്യൺ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ചേക്കറുക. കൊച്ചിയിലെ ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സിലും വിവിധ ബ്യൂറോകളിലും 24 പിറന്നാൾ ആഘോഷം നടന്നു. 24ന്റെ മലബാർ റീജിയനിലെ പിറന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. വാർഷികോപഹാരമായി പ്രേക്ഷകർക്ക് 24 പ്രിവിലേജ് കാർഡും പ്രഖ്യാപിച്ചു. കേരളത്തിലുടനീളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ കാർഡ് വഴി ലഭിക്കും. ന്യൂസ് ഡെസ്ക് 24. മാധ്യമപ്രവർത്തകരോടുള്ള കടക്കുപുറത്ത് പ്രയോഗത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർ വിളിച്ചയിടത്ത് മാത്രം പോവുക, വിളിക്കാത്തയിടത്ത് വന്നപ്പോഴാണ് പുറത്തു പോകൂ എന്ന് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. എംപിമാരുടെ പ്രകടനത്തിൽ സംവാദത്തിനുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു മുഖ്യമന്ത്രി. സംവാദത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. എംപിമാരുടെ പ്രവർത്തനത്തെ പറ്റി സംവാദത്തിൽ തയ്യാറുണ്ടോ എന്ന് KC വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്?